ഹലോ, വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ UG PG അഡ്മിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അഡ്മിഷൻ പോർട്ടൽ വഴി നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. അതിൽ ഓഗസ്റ്റ് 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർ, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നോട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 10 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റിൽ ചെയ്യാം, ഒരു 8, 9 അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും വെബ്സൈറ്റ് ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ABCID, DEBID അങ്ങനെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ആയി ക്ലിയർ ആയി വരണം. ഫീ പേയ്മെന്റ് ഒക്കെ ഓൺലൈൻ ആണ്. അപ്പോൾ അത്തരത്തിൽ ലാസ്റ്റ് ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കുറച്ച് തിരക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഇനി എടുത്തിട്ടില്ല, എടുക്കാനിരിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അറിയാലോ, നമുക്ക് 4-year ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, 3-year പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ PG ഡിഫറെന്റ് സബ്ജക്റ്റിൽ PG ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ MBAയുടെയും MCAയുടെയും ആപ്ലിക്കേഷൻസും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ, അത് മാത്രമല്ല ചില സർട്ടിഫൈഡ് കോഴ്സസും കൂടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐഷസ് അക്കാഡമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MCOMന്റെയും BCOMന്റെയും BBA ആൻഡ് MBAയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഗ്രാൻസ് എലിജിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു കാര്യം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഗ്രാൻസിന് വേണ്ടിയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള രീതിയിൽ അതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അതുപോലെ തന്നെ ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ അത് ചെയ്യുക. പിന്നെ ചിലവർ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി പ്രൊഫൈലൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം, ഫീ പേയ്മെന്റ് ചെയ്തിട്ടല്ലായിരിക്കാം. ഫീ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താവുള്ളൂ, സക്സസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ ചിലർ ചോദിക്കുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മെയിൽ വന്നിട്ടില്ല, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കുക എന്നൊക്കെയുള്ള. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ ക്ലോസ് ആയതിനു ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു വെരിഫിക്കേഷൻ കോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ എന്താണ്, അതൊക്കെ എങ്ങനെയാണ്, റിലയബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റിന്റെ ഒരു വെരിഫിക്കേഷൻ ആണ്. ഫോണിൽ വിളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെ വെരിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ എന്ത് വരും എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരും. ഓക്കെ, ഈ അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താവുന്നുള്ളൂ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആവുന്നുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോർമലി അങ്ങനത്തെ റിജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് ചെയ്തത്, അല്ല അതെല്ലാം ജെനുവിൻ ആണെങ്കിൽ ഓക്കെ, എന്താണ്, നമുക്ക് അഡ്മിഷൻ ഉറപ്പാണെന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ, അതായത് ലേണർ സപ്പോർട്ട് സെന്റർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സെന്റർ ഒക്കെ തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നിപ്പോ ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.